തൃശ്ശൂരിൽ നിന്നും പഴനിയിൽ നിന്ന് മധുരയിൽ നിന്നും ഇപ്പോൾ പാപനാശിനി എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പാപനാശിനി വരാനായിട്ട് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ശബരിമല ക്ഷേത്രമായിട്ട് ഐതിഹ്യമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട്. ആ ക്ഷേത്രം തപ്പിയിട്ട് ഇറങ്ങിയതാണ്. ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഞാൻ വന്ന തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ എത്തിയ ഓട്ടോറിക്ഷ ഇനി ഒരു 15 കിലോമീറ്റർ കൂടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിലെത്തുകയാണ്. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ പാപനാശത്തിനും കാരയാർ അണക്കെട്ടിനും ഇടയിലുള്ള കലക്കാട് മണ്ടൻതുറൈ ടൈഗർ റിസർവിലെ ഒരു അതിപുരാതന ക്ഷേത്രത്തിലേക്കാണ് ഇനി എൻ്റെ യാത്ര. പൂർണ്ണമായും കാനനക്ഷേത്രവും പിന്നെ ആദിവാസി മേഖലയുമായതുകൊണ്ടായിരിക്കാം 3 മണിക്ക് ശേഷം ഇവിടേക്ക് ആരെയും കടത്തിവിടുന്നതല്ല. 5 മണിക്ക് മുൻപേ തന്നെ ചെക്ക് പോസ്റ്റിൽ തിരിച്ചെത്തണം എന്നതാണ് ഇവിടത്തെ നിയമം. കളക്കാട് മണ്ടൻതുറൈ ടൈഗർ റിസർവ് ട്രെക്കിങ്ങും കാരയാർ അണക്കെട്ട് കാഴ്ചകളും പിന്നെ കാടിന്റെ ഉള്ളിലെ മനോഹരമായ പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടങ്ങളും അവിസ്മരണീയ കാഴ്ചകളാണെങ്കിൽ കൂടി അവിടേക്ക് ഞാൻ പോകുന്നില്ല. കാരണം സമയം തന്നെ ഇല്ലേ. അഗസ്ത്യാർകൂട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന താമരഭരണി എന്ന ഈ നദീതീരത്താണ് കേരളക്കരയുമായി ബന്ധപ്പെട്ടുള്ള അയ്യപ്പ ആചാരങ്ങളിൽ പെട്ട ഒരു അമ്പലമായ ഫോറിമുത്തു അയ്യനാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാലിംഗസ്വാമി എന്ന പേരിലാണ് ഇവിടെ ശ്രീധർമ്മശാസ്താവ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെയുള്ള അയ്യപ്പ ഭക്തരിൽ ഭൂരിഭാഗവും ശക്തചക്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തുവാറുള്ളൂ. ശക്തചക്ര ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ഏറ്റവും താഴ്ന്ന ചക്രമായ മൂലാധാര ചക്രമായാണ് ഈ ക്ഷേത്രത്തെ ഇവിടുത്തുകാർ കാണുന്നതും ഇവിടെ വന്ന് മാലയിട്ടാണ് ഇവർ ശബരിമലയ്ക്കുള്ള വ്രതനോയമ്പുകൾ ആരംഭിക്കുന്നതും. സ്വാധിഷ്ഠാന ചക്രം കുടികൊള്ളുന്ന അച്ചൻകോവിലും മണിപ്പുര ചക്രം കുടികൊള്ളും ആര്യങ്കാവും അനാഥർ ചക്രം കുടികൊള്ളുന്ന കുളത്തൂർ പുഴയും വിശുദ്ധ ചക്രം എരിമേലിയും താണ്ടി ആത്മചക്രമായ തത്വമസി ദർശന പുണ്യമായി ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമിയെ ശബരിമലയിൽ ദർശിച്ച് സ്വാമിമാർ യാത്ര പൂർത്തിയാക്കുന്നു എന്ന് വിശ്വാസം. ഞാൻ വന്ന സമയം ഇത്തിരി വൈകിയതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ അപൂർണമാണ്. അടുത്ത ഉത്സവകാലത്ത് എന്തായാലും ഇവിടം സന്ദർശിക്കണം എന്ന മനസ്സിലെ ഉറപ്പോടെ ഇനി തിരുമലൈക്കോവിലേക്ക്. ആത്മീയതയും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് സമന്വയിച്ച കേരള തമിഴ്നാട് അതിർത്തിയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര ക്ഷേത്രം തിരുമലൈക്കോവിൽ. ഞാൻ കണ്ട ഒട്ടുമിക്ക മുരുകക്ഷേത്രങ്ങളും ഒന്നിലോ കുന്നിന് മുകളിൽ അല്ലെങ്കിൽ പർവ്വത മുകളിലാണ്. ഒരുപക്ഷെ ഉയരങ്ങളിലെ പ്രകൃതി സൗന്ദര്യം ആത്മീയതയുടെ നിറകുടമാവാനുള്ള ആ സാധ്യതകളെ നമ്മുടെ പൂർവികർ വേണ്ടവിധം മനസ്സിലാക്കി ഉപയോഗിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഇത് തിരുമലൈക്കോവില് 600 പടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങ് പാറയുടെ മുകളിലാണ് അമ്പലം. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശിക്കടുത്ത് പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിശാഖം നക്ഷത്രക്കാരുടെ ജന്മക്ഷേത്രമായാണ് കരുതപ്പെടുന്നത്. മലമുകളിലേക്കുള്ള 625 ചവിട്ടുപടികൾ ആരംഭിക്കുന്നത് ശ്രീവല്ലഭ വിനായക ക്ഷേത്രത്തിൽ നിന്നുമാണ്. ഇവിടെ ആരാധന കഴിഞ്ഞതിനു ശേഷമാണ് ഭക്തർ മലമുകളിലേക്ക് കയറുന്നത്. അതുകൂടാതെ ഈ അടുത്ത കാലത്തായി നിർമ്മിച്ച ഒരു റോഡ് മാർഗവും ഇവിടെയുണ്ട്. 20 രൂപ കൊടുത്താൽ അതിലേക്കുള്ള ബസ് സർവീസും ലഭ്യമാണ്. ഞാൻ എന്തായാലും ചവിട്ടുപടി കയറി തന്നെ അങ്ങെത്തുവാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം സംഘകാല കൃതികളായ തിരുക്കുറലിലും ചിലപ്പതികാരത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇനി ക്ഷേത്രോത്പത്തിയുടെ ഐതിഹ്യത്തിലേക്ക്. 600 വർഷം മുന്നേ ഈ മലയിൽ ഒരു പുളിമരവും ഒരു കാളിക്ഷേത്രവും പിന്നെ ആൽച്ചുവട്ടിൽ ഒരു വേലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രേ. കാളിക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പൂവൻ പട്ടർ പൂജകളെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പുളിമരച്ചോട്ടിൽ മയങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെടുകയും ഇത് തൻ്റെ മലയാണെന്നും ഇവിടെ നിന്നും അല്പം അകലെയുള്ള ചെങ്കോട്ടൈ താലൂക്കിൽ കോട്ടിത്തിരുട എന്ന സ്ഥലത്ത് താൻ വിഗ്രഹരൂപത്തിൽ ഉണ്ടെന്നും അരുൾ ചെയ്തു അത്രേ. പൂജാരി ഈ വിവരം പന്തളം രാജാവിനെ അറിയിക്കുകയും ഭടന്മാർ കോട്ടിത്തിരുട എന്ന സ്ഥലത്തു നിന്നും വിഗ്രഹം കുഴിച്ചെടുക്കുകയും ചെയ്തു. വിഗ്രഹം കുഴിക്കുന്ന വേളയിൽ മൂക്കിന് ക്ഷതം പറ്റിയെന്നും ഇന്നും ഇവിടെയുള്ള ഈ വിഗ്രഹത്തിൽ മൂക്കിൽ ആ ക്ഷതം കാണാം എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുരുകന് മൂക്കൻ എന്ന പേര് വന്നു എന്നും വിശ്വാസം.
ഇനി ഇവിടെ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അപകടം പതിയിരിക്കുന്ന കാട്ടിലൂടെ ഒരു രാത്രിയാത്ര നടത്തി അച്ചൻകോവിലിൽ ചെന്നെത്തുക എന്നതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. തമിഴ്നാട്ടുകാർ ശബരിമലയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഈ കാനനപാതയിലൂടെ രാത്രിയാത്ര അനുവദനീയമാണെങ്കിലും ഭയമുള്ളവർ പരമാവധി തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം റോഡ് മുഴുവൻ മൃഗങ്ങളാണ്. ശരിക്കും ഞാൻ ഭയന്നുപോയി എന്നതാണ് സത്യം. ആ യാത്രയും പൂർത്തിയാക്കി അച്ചൻകോവിലും പന്തളവും പിന്നെ തിരുവാറന്മുള കൃഷ്ണനെയും സന്ദർശിച്ച ശേഷം ഞാൻ തൃശ്ശൂരിലേക്ക്